എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയർലൻഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിക്കൊക്കെ എത്ര രൂപ സാലറി കിട്ടും എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഏറ്റവും കൂടുതൽ അയർലൻഡിലെ ഒരു വെബ്സൈറ്റ്, ഏറ്റവും ലീഡ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്, ജോബ് വെബ്സൈറ്റാണ് ഇൻഡീഡ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു വർഷം 2024 ഏതൊക്കെ ജോബിനാണ് എത്ര രൂപ പെർ ഇയർ കിട്ടും എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പം ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് എടുത്താണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 25 ജോബിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് നമ്മുടെ മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് അയർലൻഡിലെ നേഴ്സിംഗ് ഫീൽഡ്. അപ്പോൾ നേഴ്സിന് ഒരു വർഷം നമുക്ക് ആവറേജ് സാലറി എന്ന് പറയുന്നത് 40,339 യൂറോയാണ് ഒരു വർഷം നമുക്ക് കിട്ടുന്ന, നേഴ്സിന് കിട്ടുന്ന ആവറേജ് സാലറി. ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്ന ഫീൽഡാണ് കേട്ടോ. അപ്പം അതിനുശേഷം രണ്ടാമതെന്ന് പറയുന്നത് നമുക്കൊരു രജിസ്ട്രേഡ് നേഴ്സ്, അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലൈസ് എന്ന് പറയുന്നൊരു ജോബിന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം 48,000 യൂറോളമാണ് നമുക്ക് ആ ഒരു ജോബിന് നമുക്ക് കിട്ടുന്ന സാലറി. മൂന്നാമത് പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് ആവറേജ് സാലറി ഒരു വർഷം കിട്ടുന്നത് 59,754 യൂറോ ആണ് പെർ ഇയർ കിട്ടുന്ന ആവറേജ് സാലറി. അതിനും കുറവും കിട്ടാം, അതിൽ കൂടുതലും നമുക്ക് കിട്ടാം ഇവിടെ വരുമ്പോൾ. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഓക്കെ നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, അപ്പോൾ അയർലൻഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ സ്റ്റാർട്ടിങ് കിട്ടും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനേജർ കാറ്റഗറിയിൽ വരുമ്പോൾ ഈ കൊമേഴ്ഷ്യൽ മാനേജർ കാറ്റഗറിയിലാണ് നമുക്ക് അടുത്തത് ആവറേജ് ഒരു 50,353 യൂറോ ആണ് ഇൻഡീഡ് പറയുന്ന ആവറേജ് സാലറി ഒരു വർഷം. അതുപോലെ തന്നെ അടുത്തത് ഡിജിറ്റൽ കോൺട്രാക്ടർ, ഡിജിറ്റൽ കണ്ടൻറ്റ് ക്രിയേറ്റർ. അതൊരു ടെക് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയാണ്. അപ്പം ആവറേജ് സാലറി 35,000 മുതലാണ് ആവറേജ് സാലറി പെർ ഇയർ തുടങ്ങുന്നത്. അതുപോലെ തന്നെ UX UI ഡിസൈനർ, അതും ഒരു ടെക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയാണ്. അപ്പോൾ അതിന് നമുക്ക് കിട്ടുന്നത് ആവറേജ് കിട്ടുന്നത് 44,363 യൂറോ ആണ് പെർ ഇയർ നമുക്ക് കിട്ടുന്ന സാലറി. ഏഴാമത് അവർ പറയുന്നത് ഫിനാൻഷ്യൽ അഡ്വൈസർ. ആവറേജ് തരക്കേടില്ലാത്ത സാലറിയാണ് ഒരു വർഷം നമുക്ക് കിട്ടുന്നത് 42,852 യൂറോ ആണ് അങ്ങനെയുള്ള ജോലിക്ക് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഓട്ടോമോഷൻ എഞ്ചിനീയർ, അവർക്ക് കിട്ടുന്നത് 56,000 മേളിലാണ് ഒരു വർഷം കിട്ടുന്ന ആവറേജ് സാലറി. അതുപോലെ തന്നെ ഒമ്പതാമതായിട്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്റ്റൈനബിലിറ്റി മാനേജർ, അവർക്ക് മോർ ദാൻ 50,000 ആണ് പെർ ഇയർ കിട്ടുന്ന സാലറി. 52,000 സംതിങ് യൂറോ ആണ് പെർ ഇയർ അവർക്ക് കിട്ടുന്ന സാലറി. അതുപോലെ തന്നെ ഡേറ്റ സയൻറ്റിസ്റ്റ്, അവർക്ക് കിട്ടുന്ന സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 60,000 മേളിലാണ് ഒരു വർഷം അവർക്ക് കിട്ടുന്ന സാലറി. 62,600 മുതൽ മേപ്പോട്ടോ താപ്പോട്ടോ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം പെർ ഇയർ സാലറി. അതുപോലെ തന്നെ അടുത്തത് 11ാമതായിട്ട് പറയുന്ന കംപ്ലയിൻസ് ഓഫീസർ, ആ ഒരു വേക്കൻസിയിലൊക്കെയുള്ള സാലറി പെർ ഇയർ കിട്ടുന്നത് ആവറേജ് സാലറി 52,214 യൂറോ ആണ് കിട്ടുന്നത്. അടുത്ത ഫ്രീലാൻസ് ട്യൂട്ടർ, അവർക്ക് കിട്ടുന്ന സാലറി എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഇതിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻഡീഡിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് അറിയാൻ ഒക്കും. 32,470 യൂറോ ആണ് പെർ ഇയർ അവർക്ക് തുടങ്ങുന്ന സാലറി. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് തുടങ്ങുന്നത് 36,000 മുതലാണ് പെർ ഇയർ അവർക്ക് കിട്ടുന്ന സാലറി. കൺസ്ട്രക്ഷൻ വർക്കേഴ്സിന് തുടങ്ങുന്നത്. 14ാമതായിട്ട് പറയുന്ന ട്രക്ക് ഡ്രൈവേഴ്സിനാണ്. ട്രക്ക് ഡ്രൈവേഴ്സിന് 38,000 യൂറോ മുതലാണ് ഇവിടെ തുടങ്ങുന്ന ആവറേജ് സാലറി. അപ്പോൾ നാട്ടിൽ കിട്ടുന്നതിനേക്കാളൊക്കെ ഫാർ ബെറ്ററാണ് കേട്ടോ. ട്രക്ക് ഡ്രൈവേഴ്സിന് 38,000 യൂറോ മുതലാണ് കിട്ടുന്ന ആവറേജ് സാലറി അവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത് ഫിസിയോതെറാപ്പിസ്റ്റിന് കിട്ടുന്ന സാലറി 51,000 മേളിൽ മുതലാണ് പെർ ഇയർ കിട്ടുന്ന സാലറി. 16ാമതായിട്ട് പറയുന്ന ജോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് ഡെവലപ്പറാണ്. അത് ടെക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ജോലിയാണ്. അവർക്ക് പറയുന്ന സാലറി 43,000 മുതലാണ് അവർക്ക് പറയുന്ന സാലറി. 43,000 യൂറോ പെർ ഇയർ മുതലാണ് അവർക്ക് പറയുന്നത്. അതുപോലെ തന്നെ മോർഗേജ് അണ്ടർ റൈറ്റർ എന്ന് പറഞ്ഞൊരു വേക്കൻസി ഉണ്ട്. ഇതിലൊന്നും നമ്മുടെ ആൾക്കാർ വളരെ ചുരുക്കമാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല ഇങ്ങനെ ഇതിലൊക്കെ നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവർക്ക് നാഷണൽ വൈഡ് സാലറി പെർ ഇയർ 37,000 യൂറോ മുതലാണ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കൺസ്ട്രക്ഷൻ മാനേജർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 70,000 മേളിലാണ് പെർ ഇയർ. നല്ല സാലറിയാണ്, 70,000 മേളിലാണ് പെർ ഇയർ അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സാലറി. ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ്, നമ്മുടെ ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ്. അവർക്ക് തുടങ്ങുന്ന സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 27,000 മേളിൽ മുതലാണ് അവർക്ക് തുടങ്ങുന്ന ആവറേജ് സാലറി. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് അവർക്ക് തുടങ്ങുന്ന സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 36,000 യൂറോ മുതലാണ് പെർ ഇയർ അവർക്ക് തുടങ്ങുന്ന സാലറി.
ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന് തുടങ്ങുന്ന സാലറി 36,000 യൂറോ മുതലാണ് പെർ ഇയർ തുടങ്ങുന്നത്. അടുത്തതായിട്ട് ടെക്നിക്കൽ റൈറ്റർ, അവർക്ക് തുടങ്ങുന്ന സാലറി 51,000 മേലാണ് പെർ ഇയർ അവർക്ക് തുടങ്ങുന്ന സാലറി, ഒരു വർഷത്തെ സാലറി. ക്വാളിറ്റി അഷുറൻസ് സ്പെഷ്യലിസ്റ്റ്, അവർക്ക് തുടങ്ങുന്ന സാലറി 47,000 മേലാണ് ഒരു വർഷം തുടങ്ങുന്ന സാലറി. ലീഡ് ജനറേഷൻ ഏജൻറ്റ്, അവർക്ക് തുടങ്ങുന്ന സാലറി 27,000 യൂറോ മുതലാണ് പെർ ഇയർ തുടങ്ങുന്ന സാലറി. ഫാർമസി ടെക്നീഷ്യൻ, അവർക്ക് തുടങ്ങുന്ന സാലറി 35,000 യൂറോ മുതലാണ് പെർ ഇയർ അവർക്ക് തുടങ്ങുന്ന സാലറി. പിന്നെ സോഷ്യൽ കെയർ അസിസ്റ്റൻറ്റ്, അവർക്ക് തുടങ്ങുന്ന 30,284 യൂറോ മുതലാണ് പെർ ഇയർ അവർക്ക് തുടങ്ങുന്ന സാലറി. അപ്പം ഇത്രയും കാറ്റഗറി പെടുന്ന ആൾക്കാരുടെ ഒരു ഇയർ കിട്ടുന്ന സാലറിയാണ് പറഞ്ഞത്. ഇവിടെ എല്ലാം നമ്മൾ മാസ സാലറിക്കല്ല വരുന്നത് കേട്ടോ, ഇയർലി സാലറിയാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണക്ക് കൂട്ടി നോക്കാം. അതിൽ നിന്ന് ടാക്സ് സെറ്റിങ്ങും കഴിഞ്ഞിട്ട് നമുക്ക് എത്ര രൂപ ഒരു മാസം നമ്മൾ കൈ കിട്ടും, നിങ്ങൾക്കത് കണക്ക് കൂട്ടി നോക്കാം. അയർലൻഡിലോട്ട് ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ഫീൽഡിലുള്ളവർക്ക് എത്ര സാലറി ഇവിടെ കിട്ടും എന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ ട്രാവൽ സ്റ്റാർസ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.